ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും അലീനയും ഉള്ളത് സ്റ്റാൻലിയുടെ വീട്ടിലാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ കുറച്ച് ലേറ്റായി പോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും സാരമില്ല, അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹലോ അലീന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി അലീനയ്ക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അലീന കൈ കൊടുത്തില്ല കേട്ടോ. അലീന കൈ കൊടുത്തതേ ഇല്ല. അലീന പകച്ചു നിൽക്കുകയാണ്. അലീനയ്ക്ക് വല്ലാത്തൊരവസ്ഥ. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു, മോളെ ദേ കൈ കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പതുക്കെ കൈ ഇങ്ങനെ കൊടുത്തു. പക്ഷെ ഒന്നും ചോദിച്ചൊന്നുമില്ല. മുഖത്തോട് മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇമ ചിമ്മാതെ കണ്ണെടുക്കാതെ നമ്മുടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്ക് തന്നെ അലീന നോക്കിക്കൊണ്ട് നിന്നു. അപ്പം നമ്മുടെ ബാലചന്ദ്ര മേനോൻ പറഞ്ഞു, അത് പിന്നെ ഇവള് ഇപ്പം വല്ലാത്തൊരു ഇമോഷണൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവക്ക് സംസാരിക്കാനും ഒക്കെ കുറച്ച് എന്താ പറയുക തടസ്സമൊക്കെ ഉണ്ടാകും. അതറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവളിപ്പം ആദ്യമായിട്ടല്ലേ നിങ്ങളെ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇമോഷണൽ അവളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും തൻ്റെ പപ്പയെ ആദ്യമായിട്ട് കാണുവാണ് നമ്മുടെ അലീന. അപ്പം അതുകൊണ്ട് അവൾക്ക് ആ ഒരു സ്റ്റേജിലാണുള്ളത്. അപ്പം അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന യാതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ബാലചന്ദ്രന്റെ അല്ല സ്റ്റാൻലിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ണ് രണ്ടും നിറഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അലീനയോട് സ്റ്റാൻലി ചോദിച്ചു, അല്ല ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീന ഒന്നും പറയുന്നില്ല. അപ്പൊ അലീന ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ തന്നെയാണുള്ളത്. അതിൽ നിന്നും നമ്മുടെ അലീന പുറത്തേക്ക് വന്നിട്ടില്ല. അലീന അപ്പോഴേക്കും വല്ലാത്തൊരു ഫീലിങ്സ് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ വീണ്ടും പറഞ്ഞു, ഇപ്പം അവളോടൊന്നും ചോദിക്കണ്ട, ഇപ്പം അവളോടൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവള് സംസാരിച്ചെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അവളോടൊന്നും ചോദിക്കണ്ട, അവളെ അങ്ങ് വെറുതെ വിട്ടാൽ മതി. അവളോടും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് സത്യങ്ങളൊക്കെ പറഞ്ഞത്. അവൾ എങ്ങോട്ടേക്ക് പോകുകയാണെന്നുള്ള കാര്യം ഞാൻ വരുന്ന വഴിക്കാണ് അവളോട് പറഞ്ഞത്. അപ്പോൾ അവളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു സ്റ്റാൻലി. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കാണ് അവൾക്ക്. അതുകൊണ്ട് അവളോട് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും അലീന അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഇനിയിപ്പം എനിക്ക് പോകാമല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇപ്പം ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ പപ്പയും മോളും പതുക്കെ അറിഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അലീനയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, അലീനയെ നിങ്ങളുടെ കൂടെ നിർത്താൻ താല്പര്യമില്ല എങ്കിൽ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. അവളെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എപ്പോൾ ഇവളെ വേണ്ടെന്ന് തോന്നുന്നോ, നിങ്ങൾക്ക് ഇവളെ വേണ്ടെന്ന് തോന്നുന്ന ആ നിമിഷം നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി. പാലായിൽ നിന്നും കൊളുത്തുപുഴയിലേക്ക് ഇത്ര കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ പറന്നെത്തിക്കോളാം, ഞാൻ ഇവളെ അങ്ങ് കൊണ്ടുപോയിക്കോളാം. പക്ഷേ ഒരിക്കലും ഇവൾക്ക് ഇവളെ വേദനിപ്പിക്കുകയോ, ഇവളെ ഒരുപാട് വേദന സഹിച്ചതാണ് ഇവള്. അത് പ്രത്യേകിച്ച് ഇവളുടെ വേട്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഇപ്പം ഇവൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഒരു വേദന അവൾ താങ്ങത്തില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അലീനയെ ഇവിടെ നിർത്താൻ താല്പര്യക്കുറവുണ്ടെങ്കിൽ ആ നിമിഷം എന്നെ വിളിച്ചാൽ മതി. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഇവൾക്ക് സ്നേഹം എന്താണെന്നും ഇനിയിപ്പം ദേഷ്യം എന്താണെന്നും അതൊക്കെ പ്രകടിപ്പിക്കാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ആ ഒരു വികാരം ഇവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇവൾ അങ്ങനെയാണ്. നിങ്ങൾ ഇനിയിപ്പം പുറത്ത് സ്നേഹം കാണിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് അകത്ത് നിങ്ങൾ ദേഷ്യമാണ്, നിങ്ങൾക്ക് ഇവളോട് വെറുപ്പൊക്കെ ആണെങ്കിലും അത് ഇവൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് അനാഥാലയത്തിൽ വളർന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കണ്ട, പുറത്തങ്ങ് കാണിച്ചോ. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലാതെ മുഖത്ത് വേറൊന്ന് മനസ്സിൽ വേറൊന്ന് അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഒരിക്കലും ഞാനേ സ്നേഹം നശിച്ചു പോയ ഒരാളൊന്നുമല്ല, നശിച്ചു പോയിട്ടുണ്ട്. സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. സ്നേഹം ഇങ്ങോട്ട് അതിലേറെ കിട്ടിയിട്ടുണ്ട്. സ്നേഹിക്കാൻ അറിയാം, സ്നേഹം മേടിക്കാനും അറിയാം. പക്ഷേ അതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ പറയാം, ഈ 10-22 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതൊക്കെ. സ്നേഹം കൊടുക്കാനും മേടിക്കാനും ഉള്ളൊരു കഴിവൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മിസ്റ്റർ ബാലചന്ദ്രൻ അറിയാലോ. ആ ഒരു അവസ്ഥയിൽ എനിക്കൊരു മരവിപ്പ് മാത്രമായിരുന്നു. പിന്നെ അതിൽ നിന്നും റിക്കവർ ആയിട്ട് വരാൻ കുറേ നാളെടുത്തു. എങ്കിലും ആ ഒരു പഴയ
സ്റ്റാൻലി ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. ഇപ്പോഴും മരിച്ചു തന്നെയാണ് ഈ മനസ്സ് നിൽക്കുന്നത്. സ്നേഹവും അതുപോലെ തന്നെ സന്തോഷമോ സമാധാനമോ അതൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം എന്തോ ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി അറിയില്ല എൻ്റെ മനസ്സ് മാറുമോ എന്നൊന്നും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മാറും സ്റ്റാൻലിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിവുള്ളതും ആയിട്ടുള്ളൊരു മോളെ തന്നെയാണ് സ്റ്റാൻലിക്ക് കിട്ടിയിരിക്കുന്നത്. സ്നേഹം എന്തെന്ന് പഠിപ്പിക്കാനും അതുപോലെ സന്തോഷം എന്തെന്ന് നമുക്കറിയാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഇനിയും ബാക്കി നിൽപ്പുണ്ട് സ്റ്റാൻലി. അതിനുവേണ്ടി തന്നെയാണ് അലീന ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. ഇവള് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലേ നെടുമ്പുരയ്ക്കല്, അന്ന് വേണമെങ്കിൽ എനിക്ക് ഇവളെ തള്ളിക്കളയായിരുന്നു. പക്ഷേ ഇവളാ എന്നെ സ്നേഹം എന്താണെന്നും ബഹുമാനം എന്താണെന്നും സന്തോഷം എന്താണെന്നും സമാധാനം എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചത് ഇവള് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു വീട്ടിലെ സമാധാനക്കേട് കൊണ്ട് തന്നെയാണ് ഇവളെ ദൈവം ഞങ്ങൾക്ക് കൊണ്ടു തന്നത്. വൈജയെ തിരിച്ചറിയാനും എന്നെ ചതിക്കുന്നവരെ ഓരോരുത്തരെ തിരിച്ചറിയുവാനും ഒക്കെ എനിക്ക് ദൈവം കൊണ്ടു തന്നതാണ് ഇവളെ. അപ്പം എൻ്റെ അവിടുത്തെ കാര്യം ഏകദേശം ഓക്കെ ആയി. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി നിങ്ങൾക്കും എന്തൊക്കെയോ തിരിച്ചറിവുകൾ കിട്ടാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് അലീന ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് അലീന ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷവും സമാധാനവുമായുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ ചേർത്ത് പിടിച്ചോളൂ. ഒരിക്കലും അവള് നിങ്ങൾക്ക് വിനയാകത്തില്ല, നല്ലത് മാത്രമേ അവള് തരത്തുള്ളൂ എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കാര്യസ്ഥന്മാർ രണ്ടുപേരും കൂടെ ചേർന്നേ, ബൈജു ഉണ്ട്, ഔസേപ്പച്ചനുണ്ട്, പിന്നെ വേറൊരു കാര്യസ്ഥന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോയിട്ട്, അപ്പോൾ പുള്ളിക്കാരനും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പം ഡാനിയ എന്നാണ് നമ്മുടെ സ്റ്റാൻലിയുടെ മൂത്ത പെങ്കൊച്ചിന്റെ പേര്, ഡാനിയ. അപ്പം ഡാനിയയുടെ ആ ഒരു ഷേപ്പ് നമ്മുടെ അലീനയ്ക്ക് നന്നായിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊരു പെൺകുട്ടീനെ വന്നു, ഒരു ഗസ്റ്റ് വന്നു. വീട്ടിലെ സെർവൻസ് ആണെങ്കിലും ഇതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അതിഥി എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുമല്ലോ. എന്തായിരിക്കും അവർ തമ്മിലുള്ളൊരു ബന്ധം, എന്തായിരിക്കും ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ഇവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് പാലയിൽ നിന്ന് ഏതോ ഒരുത്തം വന്നിട്ട് ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച്, അതുപോലെ ഒരു വൃത്തിമനയുള്ളൊരു പെൺകുട്ടി, ഒരു നല്ലൊരു പെൺകുട്ടി, കാണാൻ ചന്തമുള്ളൊരു പെൺകുട്ടി, അപ്പം പെട്ടെന്ന് കൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ഇതെന്താണ് എന്ന് ഓർക്കൂലോ. അപ്പം ആ ഒരു തോന്നൽ തന്നെയാണ് കേട്ടോ ഈ പറയുന്നത് നമ്മുടെ അവിടുത്തെ കാര്യസ്ഥന്മാർക്കൊക്കെ ഉള്ളത്, അവിടുത്തെ സർവന്റിനൊക്കെ ഉള്ളത്. അപ്പം അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഡാനിയമോളെ പോലെ. അപ്പോൾ അതിലൊരാൾ ഡാനിയമോളെ കണ്ടിട്ടുണ്ടേ. അപ്പം അവൻ പറയാണ്, ഔസേപ്പാന്ന് തോന്നുന്നു, ഔസേപ്പ അങ്ങോട്ട് പറയാണ് ഡാനിയമോളെ പോലെ തന്നെ ഇരിക്കുകയാണ് മൂത്ത മകളില്ലേ നമ്മുടെ സ്റ്റാൻലിച്ചെന്നോ മുതലാളിന്നോ അങ്ങോട്ടാണ് പറയുന്നത്. അപ്പം സ്റ്റാൻലിയുടെ മൂത്ത മകൾ ലാലിച്ചൻ എന്നാട്ടോ പറയുന്നത്, സോറി, സ്റ്റാൻലി എന്നല്ല, ഇവരെല്ലാവരും ലാലിച്ച എന്നാട്ടോ വിളിക്കുന്നത്, സ്റ്റാൻലി എന്നല്ലല്ലോ. അപ്പം ലാലിച്ചാൻ്റെ മൂത്ത മകളെ പോലെ ഡാനിയനെ പോലെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഡാനിയെ പോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിലെന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു വശവശക്ക് മണക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും ആ പെൺകുട്ടി വന്നതിൻ്റെ ഉദ്ദേശം? മാത്രമല്ല ഇത്രയും വലിയ വീട് മോടി പിടിപ്പിക്കുകയും പകിട്ട് പിടിപ്പിക്കുകയും പ്രത്യേകം സർവൻസിനെ വെക്കുകയും അതുപോലെ എല്ലാം ഒരുക്കി ഒരു കാറ് തന്നെ ഒരുക്കി ഒരു പെൺകുട്ടിക്ക് ഇടുക, ഒരു റൂം തന്നെ വിശാലമായിട്ടുള്ള ഒരു റൂം തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലായിൽ നിന്നും അയാൾ കൊണ്ടുവന്ന ഈ പെൺകുട്ടി അത്രയ്ക്ക് ചില്ലറക്കാരി അല്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് തന്നെ എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് നമ്മുടെ ഔസേപ്പച്ചൻ പറഞ്ഞു, അതെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാലോ ഇവിടുത്തെ പട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ. ആ പട്ടികൾ ഓടിച്ചാടി കടിച്ച് പറിക്കാൻ ചെല്ലുന്ന പട്ടികൾ അലീനയെ കണ്ടപ്പോഴത്തേക്കും, അതായത് ആ പെൺകുട്ടീനെ കണ്ടപ്പോഴത്തേക്കും പതിയെ പതുങ്ങി ചെന്ന് വാലാട്ടി അലീനയുടെ ആ പെൺകുട്ടിയുടെ സാരിയൊക്കെ പിടിച്ചിങ്ങനെ നക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് എന്തോ ഇച്ചിരി വശവശം കണ്ട് ഏതായാലും ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയാണ്. ഏതായാലും ബൈജുവും പറഞ്ഞു നമുക്ക് നോക്കാം, ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ കൂടി നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലിച്ചാച്ചാനും വല്ല സംശയം തോന്നും, പിന്നെ അത് മതി സമാധാനം പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് മാറിപ്പോകാന്ന് പറഞ്ഞ് ഇവര് എന്താ പറയുക, ഇച്ചിരി കൊതിയും നുണയൊക്കെ പറയുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇച്ചിരി കൊതിയും നുണയൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് മാറിപ്പോയി കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻലി പറയാം, ഇനിയിപ്പോൾ സ്റ്റാൻലി അല്ല ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ അലീനയോട് മാറിപ്പോയി കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. മോള് വിഷമിക്കാൻ പാടില്ല, മോൾ ഇവിടെ എത്തിപ്പെട്ടത് എന്തോ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. മോൾക്ക് ജന്മം നൽകിയ ഒരാളാണല്ലോ ഇവിടെ ഉള്ളത്, മോളുടെ സ്വന്തം അച്ഛനാണല്ലോ അല്ലെങ്കിൽ പപ്പയാണല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മോൾ ഒരിക്കലും പേടിക്കണ്ട, ഒരിക്കലും വിഷമിക്കണ്ട, ഒരിക്കലും നിന്നെ
വേണ്ടാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ല ഈ അച്ഛൻ പോകുന്നത്. നിനക്ക് അങ്ങനെ തോന്നരുത്. നിന്നെ ഒരിക്കലും വേണ്ടാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. മാത്രമല്ല നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുകയെന്നോ നീ ഒരു ബാധ്യതയായിട്ട് ഞാൻ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകുകയാണെന്നോ ഒന്നും പ്രതീക്ഷിക്കരുത്. നിന്റെ യഥാർത്ഥ അച്ഛൻ, നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, പക്ഷേ നിനക്ക് അച്ഛൻ്റെ സ്നേഹമെങ്കിലും വേണ്ടേ? അത് നിന്റെ എന്താ പറയുക, ഒരു അവകാശമല്ലേ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടുക എന്നൊക്കെ പറയുന്നതും അവരുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നതും നിന്റെ ഔദാര്യമല്ല, ഒരിക്കലും ആരും നിനക്ക് തരുന്ന ഒരു ഔദാര്യമല്ല, അത് നിന്റെ അവകാശം തന്നെയാണ്. ആ അവകാശമാണ് നീ ഇപ്പം നേടിയെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് നേടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ പരമാവധി ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അപ്പം ഈ അച്ഛനെ വിളിച്ചോണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന അച്ഛനപ്പം പോവുകയാണോ അച്ഛാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ പോവാതെ, അല്ല നിനക്കല്ലായിരുന്നോ നെടുമ്പുരയ്ക്കൽ നിന്ന് മാറി നിൽക്കണം, മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് നീ അല്ലായിരുന്നോ ആവശ്യപ്പെട്ടത്? അപ്പം പിന്നെ എന്തിനാ മോളെ നീ ഇപ്പം വിഷമിക്കുന്നത്? ഇതല്ല വേറൊരു സ്ഥലമാണെങ്കിലും നിനക്ക് എന്നെ വിട്ട് പിരിയേണ്ടി വരില്ലേ? അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളെ വിട്ട്, അമ്മേനെ വിട്ട്, എന്നെ വിട്ടൊക്കെ പിരിയേണ്ടി വരും. നീ ഇതല്ല വേറൊരു സ്ഥലമാണെങ്കിലും പിരിയേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പം അച്ഛാ എനിക്ക് വേറൊരു സ്ഥലം മതിയായിരുന്നു, ഇവിടെ വേണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് നല്ലതാണെങ്കിൽ നീ അനുഭവിച്ചോ, അത് ഒരിക്കലും നിന്നെ ഇവിടെ നിർത്തത്തില്ല, നീ സങ്കടപ്പെടുവൊന്നും വേണ്ട. നിന്റെ വിളിപ്പുറത്ത് ഞാനും അതുപോലെ തന്നെ മനുവും നിന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, നീ ഒറ്റയ്ക്കല്ല ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നിട്ട് ഏതായാലും ഞാൻ ഇനി വൈകിപ്പിക്കുന്നില്ല, ഞാനിനി പോവുകയാണ്, പറയാനുള്ളതൊക്കെ സ്റ്റാൻലിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. മകളെ എൻ്റെ മകളാണ്, അവള് ജന്മം കൊണ്ട് എൻ്റെ മകളല്ലെങ്കിലും അവൾ എൻ്റെ മകൾ തന്നെയാണ്. ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരുപടി തട്ട് മോളിൽ മാത്രമേ അവൾക്ക് സ്നേഹം കൊടുത്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരുപാട് അനുഭവിച്ച മോളാണ്. അപ്പം ഇനി നിങ്ങളുടെ കൈകളിലേക്ക് തരിക, നിങ്ങൾ വേണം ഇനി ഇവളെ നോക്കാനായിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അയ്യോ, നമ്മുടെ അലീനയ്ക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. അലീനയ്ക്ക് ബാലചന്ദ്രനെ പറഞ്ഞു വിടാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ ഇത്രയും പറഞ്ഞിട്ടങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന കയറി കയ്യിലങ്ങ് പിടിച്ചു കേട്ടോ. കയ്യിലങ്ങ് പിടിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ മുഖത്ത് ദയനീയമായിട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ. അയ്യോ, ബാലചന്ദ്രന് ഉരുകി പോവുക. പക്ഷെ ബാലചന്ദ്രൻ അവിടെ കരഞ്ഞു കഴിഞ്ഞാൽ, ബാലചന്ദ്രൻ കരഞ്ഞാൽ പിന്നെ നമ്മുടെ അലീനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ മോളെ നീ പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇപ്പം നീ പിടിച്ച് ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ എന്നും നിന്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതിയാൽ മതി, നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്, എന്നും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയുടെ കൈ ഇങ്ങനെ പതുക്കെ വിടിയിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ, അലീന കൈ മുറുക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ കൈ വിടിയിപ്പിച്ച് ആ കൈ നമ്മളിങ്ങനെ കാണിക്കും കേട്ടോ, ഇങ്ങനെ കൈ വിടിയിപ്പിച്ച് പതുക്കെ പോകുന്നതും അലീന എന്താ പറയുക, അലീനയ്ക്ക് പോകണ്ടെന്ന് പറയണമെന്നുമുണ്ട്. പക്ഷെ പോകാതിരിക്കാൻ, അങ്ങനെ പോകണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അലീനയെ സേഫായിട്ടുള്ളൊരു സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ അലീന വേണമെന്ന് വെച്ചിട്ട് ഇറങ്ങി പോകുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകണ്ട, ഞാനും തിരിച്ചു വരിക എന്നൊരിക്കലും അലീന പറയില്ലല്ലോ. അങ്ങനെ അലീന ഒരിക്കലും പറയാൻ കൂട്ടാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എത്രയോ വിഷമത്തോടു കൂടിയാണ് നമ്മുടെ ബാലചന്ദ്രനും അലീനയും ഒക്കെ വേർപിരിയുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സ്റ്റാൻലിയും അലീനയും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട് കേട്ടോ. കാരണം വെറുതെ ഒന്നുമല്ല നമ്മുടെ അലീനയെ അവിടെ സ്റ്റാൻലി കൊണ്ടുവന്നത്. അതിന് പല കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അറിഞ്ഞ്, കഥകളെല്ലാം അറിഞ്ഞ് അലീനയെ കാണാൻ വന്ന് തൻ്റെ മകളാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് അലീനയെ സ്റ്റാൻലി കൊണ്ടുവന്നത് എന്ന് അലീന അറിയാണ്. അപ്പം അലീന ഇത് അറിയുമ്പോഴത്തേക്കും അലീന ചോദിക്കുകയാണ്, ഒരു മകളെ തിരിച്ചറിയാൻ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഒരച്ഛൻ നടത്തേണ്ടി വന്നത് ഒരു മകളെ തിരിച്ചറിയാൻ വേണ്ടി എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനൊന്നും ഒരിക്കലും നമ്മുടെ സ്റ്റാൻലിക്കൊന്നും ആ ഒരു ചോദ്യത്തിനൊന്നും ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി അലീനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുകയാണ്. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്തും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ.